ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് വെറുമൊരു വീഡിയോ അല്ല, മറിച്ച് വലിയൊരു പരിഹാസമാണ്. ഈ സ്ത്രീ ആരാണ് ഇവിടെ പരിഹസിക്കുന്നത്? ഇറാനിലെ ജനങ്ങൾ ഒരു ഭരണാധികാരിയുടെ മരണത്തിൽ സന്തോഷിക്കുമ്പോൾ അവിടുത്തെ സത്യാവസ്ഥ അറിയാതെ പുറം നാടുകളിലിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരാണ് ഈ സ്ത്രീ ഇവിടെ പരിഹസിക്കുന്നത്. കാരണം പുറത്തുള്ളവർ കാണുന്നത് ഒരു നേതാവിനെയാണ്, പക്ഷേ ഇറാനിലെ ജനങ്ങൾ കണ്ടത് തങ്ങളെ വേട്ടയാടിയ ഒരു വേട്ടക്കാരനെയാണ്. എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ പരിഹസിക്കുന്നത്? കാരണം അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച നരകം അതത്ര വലുതാണ്. ഹിജാബ് ഒന്ന് ശരിയായില്ലെങ്കിൽ സ്വന്തം മക്കളെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന ഒരു ഭരണകൂടം, യാതൊരു വിചാരണയുമില്ലാതെ ആയിരക്കണക്കിന് യുവാക്കളെ അവിടുത്തെ ജയിലിലിട്ട് കൊല്ലുന്ന ഒരു ഭയങ്കരമായ ഒരു അവസ്ഥ. അവിശ്വാസികളെന്നും ശത്രുക്കളെന്നും പറഞ്ഞ് സ്വന്തം മതത്തിൽ പെടാത്തവരെ വെറുക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ, ആ കുരുന്ന് വിദ്യാർത്ഥികൾ പോലും അവിടെ ശ്വാസം മുട്ടിയാണ് കഴിയുന്നത്. ഈ ക്രൂരതകളെല്ലാം അനുഭവിച്ച ജനതയ്ക്ക് ആ മരണം ഒരു ആശ്വാസമാകുമ്പോൾ ഇതൊന്നും അറിയാത്തവർ പുറത്തിരുന്ന് കരയുന്നത് കാണുമ്പോഴാണ് ഈ സ്ത്രീ അവരെ ഇവിടെ പരിഹസിക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കരയുന്നത് എന്ന ചോദ്യമാണ് ആ സ്ത്രീ ഇവിടെ എല്ലാവരോടും ഉന്നയിക്കുന്നത്. നമ്മളൊരു ഭരണാധികാരിയെ അദ്ദേഹത്തിൻ്റെ അധികാരം കൊണ്ട് അളക്കുമ്പോൾ ആ ഭരണകൂടത്തിന് കീഴിൽ തകർന്നുപോയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നാം കാണുവാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. സ്വന്തം ജനത തങ്ങളുടെ ഭരണാധികാരിയുടെ മരണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർ അനുഭവിച്ച വേദന അത് എത്രത്തോളം ആയിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കി. ആ വേദനയെ പരിഗണിക്കാതെയുള്ള പുറം ലോകത്തിൻ്റെ ഈ സങ്കടം ഒരു വലിയ തമാശയായിട്ടാണ് ഈ സ്ത്രീക്ക് ഇവിടെ തോന്നുന്നത്. ആ സത്യമാണ് ഈ വീഡിയോയിലൂടെ അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതല്ല പലപ്പോഴും സത്യം എന്നുള്ളത്. അധികാരത്തിന് പിന്നിലെ ആ പാവം മനുഷ്യരുടെ നിലവിളികൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയിലെ സ്ത്രീ പങ്കുവച്ച ആ സത്യത്തിനൊപ്പം ഞാൻ നിൽക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് താഴെ കമൻറ്റിൽ പറയുക. സീ യു.